NCP സംസ്ഥാന ഘടകത്തിന് ഇന്ന് നിർണായക ദിനം. മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി സമ്മതം മൂളുമോ എന്നതിലാണ് ആകാംക്ഷ. തീരുമാനമെതിരെങ്കിൽ PC ചാക്കോയ്ക്കെതിരെ പോരിന് കോപ്പുകൾ കൂട്ടി തയ്യാറെടുക്കുകയാണ് AK ശശീന്ദ്രൻ പക്ഷം. കൂടിക്കാഴ്ചയ്ക്ക് തലേ ദിവസം ADGP വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് PC ചാക്കോ രംഗത്ത് വന്നതിലും പാർട്ടിയിലെ ഒരു വിഭാഗം അസ്വാഭാവികത സംശയിക്കുന്നുണ്ട്. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഈ തോമസ് കെ തോമസിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ? എപ്പോഴാകും ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച? ആര്യ തുളസി പറഞ്ഞതുപോലെ ഇന്നൊരു നിർണായക ദിനം തന്നെയാണ് NCPയെ സംബന്ധിച്ച്. കാരണം മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നത് മാത്രമല്ല, നേരത്തെ തന്നെ NCPയുടെ ദേശീയ പാർലമെൻ്ററി ബോർഡും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന നിലപാട് എടുത്തിരുന്നു. ഈ നിലപാടിന് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്തുണയാണ് ആവശ്യം. നേരത്തെയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറയാറ് അതാത് പാർട്ടിയുടെ തീരുമാനമാണ് എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അത് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനാണ് AK ശശീന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ശശീന്ദ്രന് ഇപ്പോഴുള്ള ഏക പ്രതീക്ഷ മുഖ്യമന്ത്രിയിലാണ്, ചില ഘടകകക്ഷികളിലാണ് എന്നതാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും NCPയെ സംബന്ധിച്ച് അത് ശരത് പവാറിൻ്റെ തീരുമാനമായാലും PC ചാക്കോയുടെ തീരുമാനമായാലും അവരുടെ പാർട്ടി തീരുമാനമായാലും AK ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാവണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് നടക്കുന്നുമില്ല. തോമസ് കെ തോമസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു താനിതാ മന്ത്രിയാവാൻ പോവുകയാണെന്ന്. പക്ഷേ മന്ത്രിയാവുന്നുമില്ല. AK ശശീന്ദ്രനാണെങ്കിൽ തുടക്കമൊക്കെ രാജ്യഭീഷണിയായിരുന്നു. തൻ്റെ മന്ത്രിസ്ഥാനം നീക്കിയാൽ താൻ MLA സ്ഥാനം രാജിവെക്കും എന്നതുൾപ്പെടെയുള്ള പ്രസ്താവനയിലേക്ക് പരസ്യമായി വരുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു. NCPയിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നത് തന്നെ. വിവിധ നേതാക്കൾക്കെതിരെ, അതായത് ഈ തീരുമാനത്തിനെതിരായി നിന്ന ശശീന്ദ്രൻ വിഭാഗത്തെ നേതാക്കൾക്കെതിരെ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസൊക്കെ ശശീന്ദ്രൻ അനുകൂല വിഭാഗത്തിന് എതിരെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം, NCPയുടെ തീരുമാനം മന്ത്രിയെ മാറ്റണം എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് PC ചാക്കോ, തോമസ് കെ തോമസ്, AK ശശീന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇനിയിപ്പോൾ തൽക്കാലം മുഖ്യമന്ത്രി മന്ത്രിയെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി AK ശശീന്ദ്രൻ തുടരാൻ കഴിയും. പക്ഷേ അതെന്തായാലും NCPയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. NCP എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ സംവിധാനവും മന്ത്രിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി മാറ്റരുത് എന്ന നിലപാട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മുന്നണിയിലും ചില പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി ശശീന്ദ്രനെ തുടരാൻ അനുവദിക്കും എന്ന പ്രതീക്ഷയാണ് മന്ത്രി ശശീന്ദ്രനും അതുപോലെ തന്നെ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസത്തോടു കൂടി മന്ത്രിയാകാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടനാട് MLA ആയ തോമസ് കെ തോമസ് കൂടി ഉള്ളത്. ശരി, NCP സംസ്ഥാന ഘടകത്തിന് എന്തായാലും ഇന്ന് നിർണായക ദിനമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.